മക്കളെ, നമുക്കിന്ന് ദോ സന്ദരേ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സന്ദരേ ക്യാ ക്യാ കർത്തേ ഹെ. ഇവിടെയുള്ള സന്ദരേ നാരങ്ങകൾ എന്തൊക്കെയാണ് ചെയ്തത്? സന്ദരേ ഗൂമനെ നികൽത്തേ ഹെ, നാരങ്ങകൾ കറങ്ങാൻ ഇറങ്ങുന്നു. ഗൂമന പറഞ്ഞ കറങ്ങ, ചുറ്റിക്കറങ്ങ, പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ നാരങ്ങൾ എന്ത് ചെയ്യാണ്? കറങ്ങാൻ ഇറങ്ങുന്നു. സന്ദരേ ഹസ്തേ ഹെ, നാരങ്ങകൾ ചിരിക്കുന്നു. സന്ദരേ ലുടക്തേ ഹെ, നാരങ്ങകൾ ഉരുളുന്നു. അടുത്ത ചോദ്യം, ലിഗേം ബാലു ക്യാ ക്യാ കർത്താ ഹെ. അപ്പം സന്ദരകൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്ക് ഇവിടെ മാതൃകയായി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതേണ്ടത് ബാലുവിൻ്റെ കാര്യമാണ്. ബാലു എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബാലു വരുന്നു, സന്ദരകൾ എടുക്കുന്നു, അല്ലേ, മുറുകെ പിടിക്കുന്നു, കണ്ണിലേക്ക് നീരാവുന്നു, അവിടുന്ന് സ്ഥലം വിടുന്നു, കഴിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങനെ കഴിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആര് ചെയ്തത്? ബാലു ചെയ്തത്. അപ്പം നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ബാലു ആത്താ ഹെ, ബാലു വരുന്നു. ബാലു സന്ദരേക്കോ ഉടാത്താ ഹെ, ബാലു നാരങ്ങ എടുക്കുന്നു. ബാലു എന്താ ചെയ്യുന്നത്? ബാലു നാരങ്ങ എടുക്കുന്നു. സന്ദരേക്കോ ജോർ സേ പക്കടത്താ ഹെ, നാരങ്ങ ശക്തിയായിട്ട് മുറുകെ പിടിക്കുന്നു. ബാലു സന്ദരേക്കോ ഫേങ്ക് ദേത്താ ഹെ, ബാലു നാരങ്ങ വലിച്ചെറിയുന്നു. ബാലു ആങ്കേ ബന്ധുക്കർ ബൈഠത്താ ഹെ, ബാലു കണ്ണുകൾ അടച്ച് ഇരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? ബാലു ചെയ്യുന്നുണ്ട്, അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഠേ സമച്ചേ ഓർ ക്രമസേ ലിഖേം. പഠിക്കൂ, അത് താഴെ തന്നിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യണം? നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രമത്തിൽ എഴുതാം, അത് ഓർഡർ ആയിട്ടല്ല തന്നത്, ഓർഡർ ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ബാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ, ബാലു നാരങ്ങ എറിഞ്ഞു. അതാണോ നമ്മുടെ കഥയിൽ ആദ്യം നടന്നത്? അല്ല. പിന്നെ എന്താണ് ആദ്യം നടന്നത്? ദോ സന്ദരേ ഗൂമനെ നികലെ, അല്ലേ. ഇതാണ് നമ്മുടെ കഥയിൽ ആദ്യം നടന്ന കാര്യം. ഇതാണ് ആദ്യം നടന്നത്. ദോ സന്ദരേ ഗൂമനെ നികലെ, ഇതാണ് ഒന്നാമത് നടന്ന കാര്യം. രണ്ട് സന്ദരേ, ഇതപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് ആദ്യം തന്നെ അങ്ങോട്ട് എഴുതാം. ഇത് ആദ്യം എടുത്ത് എഴുതാം. ദോ സന്ദരേ ഗൂമനെ നികലെ എന്ന് ആദ്യം എഴുതുക. രണ്ട് നാരങ്ങകൾ കറങ്ങാനിറങ്ങി. പിന്നെന്താ ചെയ്തത്? ബാലു സന്ദരേക്കോ ഗാനേ വാലാ താ, സന്ദരേ കെ രസ് ആങ്കോ മേ ജലൻ ഹുയി, ദോനോ സന്ദരേ ഗൂബ് ഹസേ, ബാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ. അപ്പം ഇനി ഇതിൽ രണ്ടാമത് വരുന്നത് ബാലു നാരങ്ങേനെടുത്ത് തിന്നാൻ പോയ കാര്യമാണ്, അല്ലേ. രണ്ടാമത് വരുന്നത് ഈ തന്നതിൽ, നിങ്ങൾക്ക് തന്ന സെൻറ്റൻസിൽ രണ്ടാമത് വരുന്നത് എന്താണ്? ബാലു സന്ദരേക്കോ ഗാനേ വാലാത, ബാലു സന്ദര എടുത്ത് കഴിക്കാൻ പോവുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം. ബാലു സന്ദരേക്കോ ഗാനേ വാലാധ. ഇനി മൂന്നാമത് വരുന്ന ഏതാ നോക്കാം. സന്ദരേക്കെ രസ് സേ ആങ്കേ മേ ജലൻ ഹുയി, ദോനോ സന്ദരേ ഗൂബ് ഹസേ, ബാലുനെ സന്ദരേക്കോ ഫേങ്ക് ദിയ. അപ്പം ഇനി ഇതിൽ വരുന്നത് ഏതാണ്? സന്ദരേക്കെ രസ് സേ ആങ്കോ മേ ജലൻ ഹുയി എന്നാണ്. ബാലു നാരങ്ങ എടുത്ത് കഴിക്കാൻ പോവുകയായിരുന്നു. അപ്പം എന്താ ഉണ്ടായത്? നാരങ്ങയുടെ നീര് കണ്ണിലായി, കണ്ണെരിയാൻ തുടങ്ങി. സന്ദരേക്കെ രസ് സേ ആങ്കോ മേ ജലൻ ഹുയി, നാരങ്ങ നീരിൻ്റെ ആ എരിച്ചിൽ കണ്ണിലുണ്ടായില്ലേ. അപ്പം നാരങ്ങ നീര് കണ്ണിലാവുകയും കണ്ണ് എരിയാൻ തുടങ്ങുകയും ചെയ്തു. സന്ദരേക്കെ രസസേ ആങ്കോമേ ജലൻ ഹുയി, നാരങ്ങ നീരിനാൽ കണ്ണ് എരിഞ്ഞു. അതാണ് മൂന്നാമത് വരുന്ന കാര്യം. ഇനി നാലാമത്തത്, ബാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ, ബാലു എന്ത് ചെയ്തു? സന്ദര എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. ബാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ, കണ്ണ് എരിയാൻ തുടങ്ങിയപ്പോൾ ബാലു നാരങ്ങ ഒറ്റയേറാണ്ട് കൊടുത്തു. അതാണ് ബാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ, ബാലു നാരങ്ങ എറിഞ്ഞു. ദോനോ സന്ദരേ ഗൂബ് ഹസേ, ദോനോ സന്ദരേ ഗൂബ് ഹസേ, എല്ലാ നാരങ്ങകളും എന്ത് ചെയ്തു?
സോറി ദോനോ സന്ദര, രണ്ട് നാരങ്ങകളും എന്താ ചെയ്തത്? ഗൂബ നന്നായിട്ട് ചിരിച്ചു. അവർ വളരെയധികം സന്തോഷം കൊണ്ട് ചിരിച്ചു. ബാലുവിന്റെ അവസ്ഥ കണ്ടിട്ട് അവര് ചിരിച്ചു. പിന്നെ പോരാത്തതിന് എന്താണ്, സന്ദര രക്ഷപ്പെടുകയും ചെയ്തുകൊണ്ട് അല്ലേ. അപ്പൊ അവര് രണ്ടുപേരും എന്താ ചെയ്തത്? ദോനോ സന്ദരെ ഗൂബ് ഹസേ, രണ്ട് നാരങ്ങളും നന്നായി ചിരിച്ചു. അതാണ് അഞ്ചാമത് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഓർഡർ ആയിട്ട് എഴുതുന്ന സമയത്ത് ഒന്ന് ദോ സന്ദരെ ഗൂമിനെ നികലെ, രണ്ട് നാരങ്ങകൾ കറങ്ങാനിറങ്ങി. ബാലു നാരങ്ങേനെ കഴിക്കാൻ പോവുകയായിരുന്നു. ആ നാരങ്ങയുടെ നീര് കണ്ണിലായി കണ്ണെരിയാൻ തുടങ്ങി. ബാലു നാരങ്ങ വലിച്ചെറിഞ്ഞു. രണ്ട് നാരങ്ങകളും നന്നായി ചിരിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഓർഡർ ആയിട്ട് വരുന്നത്. അത് ഓരോന്നും നമ്പർ അനുസരിച്ചിട്ട് താഴെ താഴെ എങ്ങനെ എഴുതാം. ആദ്യം എഴുതാം, രണ്ടാമത്തെ അതിൻ്റെ താഴെയായിട്ട് അങ്ങനെ എഴുതി കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഹാനിക്ക മൈമിങ് കരയും എന്നാണ്. അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ടീച്ചർ പറയുന്നത് പോലെ ചെയ്യുക. ആകെ ബഡായേം എന്നതാണ് അടുത്തത്. ആകെ ബഡായേം. വാർത്താലാപക്കോ ആകെ ബഡായേം. അതായത് തുടർച്ചയായിട്ട് എഴുതാൻ, മുന്നോട്ടേക്ക് എഴുതാനാണ് പറയുന്നത്. ഇവിടെ 2 സെന്റൻസ് തന്നിട്ടുണ്ട്. ബാക്കി ഇവിടെ 4-5 സെന്റൻസ് ആണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ 5 സെന്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ 2 സെന്റൻസ് തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് നോക്കാം. വാർത്താലാപാണിത്. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ സംഭാഷണം, സംവാദ് എന്നും പറയും. സംവാദ് എന്ന് പറഞ്ഞാലും സംഭാഷണം. ബാച്ചിത്ത് എന്ന് പറയും. ബാച്ചിത്ത് എന്ന് പറഞ്ഞാലും സംഭാഷണം. ഈ 3 രീതിയിലും ഇതിനെ പറയാം. വാർത്താലാപ്, ബാച്ചിത്ത്, സംവാദ്. അപ്പൊ നമുക്ക് നോക്കാം. ബാലുവിനെ ഹാത്തോം സേ ഹം ബച്ച് ഗയെ. ബാലുക്കെ, സോറി ഇവിടെ കെ ആണ് കേട്ടോ. ബാലുക്കെ ഹാത്തോം സേ ഹം ബച്ച് ഗയെ. ബാലുവിന്റെ കൈകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ രണ്ടാമത്തെ നാരങ്ങ പറയാണ് ഹാ ബച്ച് ഗയെ, അതെ അതെ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ഇനി അടുത്തത് ഒന്നാമത്തെ നാരങ്ങ ഇനി എന്താവും പറയണത്? ഒന്നാമത്തെ നാരങ്ങ എന്താ പറയണത്? വഹ് ബാലു ക്രൂരി ഹേ. ആ ബാലു എങ്ങനെയുള്ള ആളാണ്? ക്രൂരനാണ്. വഹ് ബാലു ക്രൂർ ഹേ. ആ ബാലു ക്രൂരനാണ്. സന്ദര, രണ്ടാമത്തെ സന്ദര പറയാണ്. രണ്ടാമത്തെ സന്ദര ജോർസേ മുജേ പക്കട. അപ്പൊ രണ്ടാമത്തെ സന്ദര പറയണത് എന്താണ്? എന്നെ വളരെ ശക്തിയായിട്ടാണ്ട് പിടിച്ചു. എങ്ങനെയാ പിടിച്ചത്? ശക്തിയിൽ മുറുക്കി പിടിച്ചെന്നെ. ക്യാ ദർദ് ഹേ. നിനക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ് ഒന്നാമത്തെ സന്ദര. വേദന ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് സന്ദര. ഒന്നാമത്തെ സന്ദര രണ്ടാമത്തേനോട് ചോദിക്കുകയാണ് നിനക്ക് വേദന ഉണ്ടോ? അപ്പൊ സന്ദര, രണ്ടാമത്തെ സന്ദര എന്താ പറയുന്നത്? ദർദു ഹോ രഹാ ഹേ. എനിക്ക് നല്ല വേദനയാവുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ ഒന്നാമത്തെ നാരങ്ങ പറയാണ് ഗർ ജായേം. എന്നാ വീട്ടിൽ പോകാം, എന്നാൽ നമുക്ക് വീട്ടിൽ പോകാം എന്ന് ചോദിക്കാണ് ഒന്നാമത്തെ നാരങ്ങ. അപ്പം അതാണ് അവരുടെ സംഭാഷണം. വളരെ ചെറിയ സംഭാഷണമാണ്, ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി പഠിക്കണം. എക്സാമിന് 5 മാർക്കിന് ചോദിക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എഴുതി പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഭിനയ് കരയും എന്നാണ്. അത് നിങ്ങൾ അഭിനയിക്കുക. കഹാനിക്കെ പാത്ര കോൻ കോൻ ഹേ. 3 കുട്ടികൾ ഈ 3 കഥാപാത്രങ്ങളാകുക. ഒരാൾ ബാലു ആവുക, ഒരാൾ ഒന്നാമത്തെ നാരങ്ങയാവുക, ഒരാൾ രണ്ടാമത്തെ നാരങ്ങയാവുക. അങ്ങനെ 3 കുട്ടികൾ നിന്നിട്ട് ഇതിൽ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അഭിനയിക്കുക, ഹിന്ദിയിൽ പറഞ്ഞിട്ട്. അതാണ് ഇവിടെ ഉള്ളത്. ഇൻസെ മുക്കൗഡേ ബനായേം കിൻ കിൻ ബാത്തോം പർ ധ്യാനദേ. സംവാദ്, ഹാവഭാവ്, ആശയ്, ചാൽ, ചലൻ. അതിന് സംവാദം പറഞ്ഞാൽ സംഭാഷണം. സംഭാഷണം വേണം. ഹാവഭാവം, നിങ്ങളുടെ മുഖത്ത് ഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അവരുടെ ആ ചലനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. മിണ്ടാതെ പോകുന്നു എന്ന് പറഞ്ഞില്ല ബാലു, അതൊക്കെ അഭിനയിച്ച് കാണിക്കണം. പിന്നെ നാരങ്ങ കണ്ണിൽ നീരായിട്ട്, കണ്ണിൽ നാരങ്ങ നീരായിട്ട് എരിയുന്നതും ഒക്കെ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അഭിനയിച്ച് കാണിക്കുക.
പിന്നെ നാരങ്ങകൾക്കുണ്ടായിട്ടുള്ള ആ അനുഭവം, അവർ ചിരിച്ച് കളിച്ച് ഉരുണ്ട് മറിഞ്ഞൊക്കെ വരുന്ന ഭാഗം, അതൊക്കെ അഭിനയിച്ച് കാണിക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അത് സ്കൂളിൽ നിന്ന് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യമാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.